ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നു കഴിഞ്ഞാൽ മധുരം കഴിക്കണം നിർബന്ധമുള്ള ചിലരുണ്ടാവും. എല്ലാവരും ഇല്ലെങ്കിലും ചിലരൊക്കെ അങ്ങനെയാണ്. ഞാനൊക്കെ ചിലപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ റെസിപ്പി. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ പുഡിങ് തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ കാര്യത്തിൽ ആ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളയുന്നതിൽ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ആ ബ്രെഡിൻ്റെ സൈഡാണ് ഇഷ്ടം. പക്ഷേ പുഡിങ്ങിനാകുമ്പോൾ സൈഡ് കട്ട് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രം ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബ്രെഡൊക്കെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ആ ഒരു സൈഡ് ഫുള്ള് കളയാൻ മടിയുള്ളതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ അട വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തോളി. അപ്പോൾ ഇതാ ബ്രെഡൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ഞാനിതാ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര, നമുക്ക് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മണി ഏലക്കായും ഒരു അര ഗ്ലാസോളം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ തിള വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയാടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. ഞാനില്ലേ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുന്നത് കാണിക്കാത്തത്, ഇതിപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് പിന്നെ അതും കൂടി കാണിച്ചിട്ട് കുറേ ഇങ്ങോട്ട് ലോങ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഇതാ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം, അട മാറ്റി വെക്കാം. ഇനി നമ്മൾ ബ്രെഡ് ഇങ്ങോട്ട് എടുക്കാം. നമ്മൾ ഈ 2 ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം മേലെ തേച്ച് കൊടുക്കുക. അതായത് നടുക്കാണ് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഒരു സ്ലൈസ് ബ്രെഡ് അതിൻ്റെ മേലൊന്ന് സെറ്റാക്കി കൊടുക്കുക. ഒന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് എന്ത് ചെയ്യും, സൈഡിൽ കൂടെയൊക്കെ അങ്ങോട്ട് വരും. അത് നമുക്ക് ഇങ്ങോട്ടേക്ക് കൈ വെച്ചിട്ട് തന്നെ മാറ്റിയെടുക്കുക. സൈഡിൽ എവിടെയെങ്കിലും ആവാനുണ്ടെങ്കിൽ അത് അവിടെ തന്നെ തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാണ് സെറ്റായിട്ടുണ്ട് നമ്മളെ ബ്രെഡ്. രണ്ടാമതൊക്കെ അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ആ ചോക്കോ ചിപ്സും മിൽക്ക് മേഡൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ക്രീം തന്നെയായിട്ട് അത് മാറും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ രണ്ടാമതും അതന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ എല്ലാം ചെയ്തെടുക്കുക. ബാലൻസ് വരുന്നത് ക്രീം അതിനടുത്തുകൊണ്ട് മാറ്റുക, സെറ്റാക്കി കൊടുക്കുക. നമ്മൾ ഇത് ഒരു പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്യാമെന്നതിന് വിചാരിച്ചേ. അത് ഞാൻ കുറച്ച് വലിയ പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളതിന്. അതിന് ഞാൻ ആദ്യം നമ്മൾ ആ സിറപ്പ് ഉണ്ടാക്കി വെച്ചല്ലോ, അതിൽ ടിപ്പ് ചെയ്യാം. എന്നിട്ട് നേരെ പുഡിംഗ് ട്രേയിലേക്ക് വെക്കുക. ഞാനില്ലേ അതതിൽ സെറ്റ് ആവില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പുഡിംഗ് ട്രേ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ നേരെ ചെറുതെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആകെ 4 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പുഡിംഗ് ട്രേ എടുത്താൽ മതി. നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ മാത്രം വലുതെടുക്കാം. എന്നിട്ടത് നമ്മളെല്ലാം ആ ഒരു സിറപ്പിലേക്ക് മുക്കിയിട്ട് നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഈ നമ്മളെ വിപ്പിംഗ് ക്രീം ബാക്കി വന്നത് ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് ചെയ്തതാണ് കേട്ടോ. നടുക്ക ബ്രെഡ് വെച്ചിട്ട് സൈഡിലൊക്കെ ബ്രെഡ് പീസാക്കിയിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് വിപ്പിംഗ് ക്രീം 2 സൈഡിലേക്കും ആക്കി വെച്ച് കൊടുത്ത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തെന്നുള്ളൂ. പിന്നെ മേലെ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, സൈഡിലൊക്കെ ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് എന്താ ഐഡിയ തോന്നുന്നത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു നോർമൽ പുഡിങ്ങാണ്, നല്ല ടേസ്റ്റിയാണ്, ഭയങ്കര റിച്ചാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ഒരു മധുരം കഴിക്കണം എന്നൊക്കെ തോന്നിയാൽ ഉണ്ടാക്കാം, കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്ന.